Most students revise and forget everything the next day. This is actually not a memory problem. This is how our brain naturally works. Yes, നമ്മുടെ ബ്രെയിന് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്ന ഇൻഫർമേഷനൊക്കെ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു തവണ മാത്രം ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ പറയും temporary file deleting in 24 hours. ഇതിനെയാണെന്ന് ഫൊർഗെറ്റിംഗ് കർവ് എന്ന് പറയുക. ഒരു ടെമ്പററി മെമ്മറിയെ നമുക്ക് ലോങ് ടേം മെമ്മറി ആക്കാൻ നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് സ്പേസ്ഡ് റിപ്പീറ്റേഷനും അതുപോലെ തന്നെ ആക്റ്റീവ് റിട്രീവലുമാണ്. These are the only two scientifically proven methods. എന്താണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ന്യൂറൽ പാത്വേനെ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ ബ്രെയിൻ സ്ട്രെങ്തൻ ചെയ്യും. നമ്മുടെ ഒരു ടൈം ടേബിൾ ഇങ്ങനെ ആയിരിക്കണം. ഡേ 1 നമ്മളത് ലേൺ ചെയ്യുന്നു, ഡേ 2 നമ്മളത് ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക, ദെൻ ഡേ 4 നമ്മൾ അതിൻ്റെ ഒരു ഡീപ്പ് റിവ്യൂ നടത്തുക, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡേ 7 നമ്മളൊരു ഫൈനൽ റിവ്യൂ കൂടെ നടത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 80% ഓഫ് ഫൊർഗെറ്റിംഗ് ഇതിലൂടെ ഇല്ലാതെയാവുന്നു. നമ്മുടെ ടെമ്പററി മെമ്മറിയിൽ നിന്നും കാര്യങ്ങളൊക്കെ പെർമനന്റ് മെമ്മറിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടും ഉണ്ടാവും. ഇനി രണ്ടാമത്തത് എന്താണ് ആക്റ്റീവ് റിട്രീവൽ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു കാര്യവും ഇങ്ങനെ ജസ്റ്റ് വായിച്ച് പോകരുത്. നമ്മുടെ ബ്രെയിന് നമ്മൾ പ്രയാസപ്പെട്ട് ഓർത്തെടുത്ത കാര്യങ്ങളെ ഒരുപാട് കാലം മെമ്മറിയിൽ സൂക്ഷിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇങ്ങനെ വായിക്കുന്നു, അത് പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മളത് ബുക്ക് അടച്ചു വെക്കുക, അതൊന്ന് ഓർത്തെടുത്ത് എഴുതി നോക്കുക, അതുപോലെ തന്നെ ഒച്ചത്തിലൊന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ക്വിസ് യുവർ സെൽഫ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്രെയിൻ കുറച്ച് ഫോഴ്സ്ഫുള്ളി റിക്കലക്ട് ചെയ്യും നമ്മൾ പഠിച്ച കാര്യങ്ങളെ. അത് പിന്നീട് ഒരിക്കലും മറന്നു പോവുകയില്ല. ഇങ്ങനെ നമുക്കൊരു 80% ഫൊർഗെറ്റിംഗ് ഒഴിവാക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് ടൈം ഇനി പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരുമിപ്പിച്ച് നോക്കുക. സ്പേസ്ഡ് റിവിഷനും അതുപോലെ തന്നെ ആക്റ്റീവ് റിട്രീവലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി കുറച്ചുകൂടെ ക്ലിയർ ആവും, സ്റ്റേബിൾ ആവും, സ്ട്രോങ്ങർ ആവും.